ബാബറിയുടെ താഴികക്കുടങ്ങൾ ജനാധിപത്യത്തിന് മേൽ തകർന്നു വീണിട്ട് ഇന്നേക്ക് 33 വർഷങ്ങൾ തികയുകയാണ്. പള്ളി നിലനിന്നിടത്ത് ഭരണകൂടത്തിന്റെ ഒത്താശയോടെ അയോധ്യ രാമക്ഷേത്രം കൂടി നിർമ്മിക്കപ്പെട്ടതോടെ ഇന്ത്യയുടെ മതേതരത്വത്തിനേറ്റ ഉണങ്ങാത്ത മുറിവാകുകയായിരുന്നു ബാബറി ധ്വംസനം. നിറഞ്ഞ കണ്ണുകളുമായാണ് പ്രമുഖ അഭിഭാഷകൻ ദുഷ്യന്ത് ദുവെ DY ചന്ദ്രചൂഡ് തുറന്നുവിട്ട പാൻഡോര ബോക്സിനെ കുറിച്ച് കരൺ താപ്പറുമായുള്ള അഭിമുഖത്തിൽ പറയുന്നത്. ഇലക്ട്രൽ ഡെമോക്രസിയിലൂന്നിയ മതരാഷ്ട്രവാദത്തിന്റെ പാൻഡോര ബോക്സിനാണ് ബാബരിയുടെ തകർച്ചയും അയോധ്യയുടെ കെട്ടിപ്പൊക്കലും വഴിവെച്ചത്. ഉത്തരേന്ത്യൻ മണ്ണിൽ പ്രാദേശിക പാർട്ടികളെ പോലും പിന്തള്ളിക്കൊണ്ട് BJPക്കും സംഘപരിവാറിനും ലഭിക്കുന്ന സ്വീകാര്യതയ്ക്കും ബാബരിയുടെ തകർച്ചയോളം പഴക്കമുണ്ട്. 1992 ഡിസംബർ 6 ബാബരി കർസേവകരാൽ തകർന്നു വീഴുമ്പോൾ അതൊരു തുടക്കം മാത്രമായിരുന്നു. അന്ന് BJP അധികാരത്തിലിരുന്ന സംസ്ഥാനത്തായിരുന്നു മതേതരത്വത്തിന് മങ്ങലേൽക്കപ്പെട്ടത്. ഇന്ന് കിരീടവും ചെങ്കോലും കൈവശം വെക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയം രാജ്യം ഭരിക്കുമ്പോൾ കാശിയിലും മധുരയിലും ബാബരി ആവർത്തിക്കപ്പെടുമെന്ന മുദ്രാവാക്യങ്ങളും നിർലോഭം മുഴങ്ങിക്കേൾക്കുന്നു. BJPയുടെയും RSSന്റെയും അപ്രഖ്യാപിത അജണ്ടകളിലൊന്നായിരുന്നു ഉത്തർപ്രദേശിലെ ബാബരി മസ്ജിദ് പൊളിച്ചു നീക്കുന്നത്. മസ്ജിദ് നിന്നിടത്ത് അയോധ്യ ക്ഷേത്രം കൂടി ഉയർന്നതോടെ ബാബരി എന്ന മുറിവിന് ആഴം കൂടി. 1853 തുടങ്ങി 1992 വരെ നീണ്ട അജണ്ടയാണ് ഡിസംബർ 6 പൂർത്തിയാക്കപ്പെട്ടത്. ബാബരി BJPയുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടിയെങ്കിൽ അയോധ്യയുടെ തറക്കല്ലിടൽ വർഗീയ ധ്രുവീകരണത്തിനും BJPയുടെ ഭരണ തുടർച്ചയ്ക്കും വഴിതെളിച്ചു. മസ്ജിദിൽ ഹിന്ദുത്വ ആരാധനയ്ക്കായി തുറന്നുകൊടുത്ത ജില്ലാ ജഡ്ജി മുതൽ മസ്ജിദ് പരിസരത്ത് ക്ഷേത്രത്തിന് തറക്കല്ലിടുന്നതിന് അനുമതി നൽകിയ അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി വരെ ബാബരി തകർക്കുകയെന്ന ഹിന്ദുത്വ അജണ്ടയ്ക്ക് കൂട്ടുനിന്നു. പ്രതിഫലനമെന്നോണം 1991 സമകാലീന രാഷ്ട്രീയത്തിന് സമാനമായി ഹിന്ദുത്വ കാർഡിലൂടെ മുലായം സിംഗ് സർക്കാരിനെ താഴെ വീഴ്ത്തി BJPക്ക് അധികാരമാളാനായി. ഡിസംബർ 6 പതിനായിരക്കണക്കിന് കർസേവകർ ബാബരിക്ക് നേരെ പാഞ്ഞെടുത്തു. ബാബരി മസ്ജിദ് തോടുതോ എന്നാക്രോശിച്ചിരുന്ന VHP പ്രവർത്തകർക്കിടയിൽ മനോഹർ ജോഷിയുടെ തോളിൽ കൈവച്ച് ചിരിക്കുന്ന ഉമാഭാരതിയുടെ ചിത്രം ജനാധിപത്യ വിശ്വാസികൾ മനസ്സിൽ കുറിച്ചിട്ടു. UPയിലെ BJP സർക്കാർ മൗന പിന്തുണയും നൽകി. കേസന്വേഷണത്തിന് ഉത്തരവിട്ടുകൊണ്ട് നരസിംഹറാവു ഉത്തരവാദിത്തമൊഴിഞ്ഞു. UPയിലെ BJP സർക്കാർ വിധിച്ചത് 2019 രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന മോദി സർക്കാരും BJP ഭരണകൂടവും കൊയ്തെടുത്തു. പള്ളി നിലനിന്നിടത്ത് ക്ഷേത്രമോ മറ്റ് നിർമ്മിതികളോ ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞ പരമോന്നത നീതിപീഠം തന്നെ ബാബരി ക്ഷേത്രം പണിയാനായി വിട്ടുനൽകി. അധികം വൈകാതെ മോദി ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ അയോധ്യയിൽ ക്ഷേത്രമുയർന്നു. സത്യം അസത്യത്തെ മറികടന്നെന്ന് ലോകം കണ്ട ജനാധിപത്യ രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രിയുടെ അന്നത്തെ വാക്കുകൾ. മതേതരത്വവും ജനാധിപത്യവും പ്രധാനമന്ത്രിയുടെ വാക്കുകൾക്കുള്ളിൽ ശ്വാസമുട്ടി അന്ന് പിടഞ്ഞു വീണു. രശ്മി ചേതാസ്, കൈരളി ന്യൂസ്.